40 പൂതനാമോക്ഷം. തദനു നന്ദമമന്ദശുഭാസ്പദം നൃപപുരീം കരദാനകൃതേ ഗതം സമവലോക്യ ജഗാദഭവത്പിതാ വിദിതകംസസഹായജനോദ്യമ. തദനു നന്ദം അമന്ദശുഭാസ്പദം നൃപപുരീം കരദാനകൃതേ ഗതം സമവലോക്യ ജഗാദ ഭവത്പിതാ വിദിത കംസ സഹായജന ഉദ്യമ. തദനു പിന്നീട് നന്ദം ആ നന്ദഗോപര് എങ്ങനെയുള്ള നന്ദഗോപുരാൻ? അമന്ദശുഭാസ്പദം വളരെയധികം സദ്ഗുണങ്ങളുടെ ഒക്കെ ഉറവിടമാണ് ഈ നന്ദഗോപര്. അങ്ങനെയുള്ള നന്ദഗോപര് എന്താ ചെയ്തത്? നൃപപുരി രാജാവായ കംസൻ്റെ കൊട്ടാരത്തിലേക്ക് കരദാനകൃതേഗതം കരം വാർഷികകരം നൽകുന്നതിനായിട്ട് കരം അടയ്ക്കുന്നതിനായിട്ട് കംസൻ്റെ അടുത്തേക്ക് വരികയാണ് നന്ദഗോപര്. അപ്പോൾ സമവലോക്യ ജഗാദ ഭവത്പിത ഭവത്പിത ഗുരുവായൂരപ്പ അങ്ങയുടെ അച്ഛനായിരിക്കുന്ന വസുദേവർ ഈ രംഗം കണ്ടു. നന്ദഗോപര് വരുന്നത് കണ്ടപ്പോൾ നന്ദഗോപരോട് ജഗാദ പറഞ്ഞു. എന്താ പറഞ്ഞത്? വിദിത കംസ സഹായജന ഉദ്യമ. കംസ സഹായജനങ്ങൾ, കംസനെ സഹായിക്കുന്ന ആളുകളായ രാക്ഷസന്മാർ, അവരുടെയൊക്കെ ഉദ്യമ, അവരുടെ ഉദ്യമം എന്താണെന്ന് വിദിത മനസ്സിലാക്കിയ വസുദേവർ നന്ദഗോപരോട് ഈ പ്രകാരം പറഞ്ഞു. അപ്പോൾ വളരെയധികം ഗുണനിധിയായിരിക്കുന്ന നന്ദഗോപര് വാർഷികകരം ഒടുക്കുന്നതിനായിട്ട് കംസൻ്റെ കൊട്ടാരത്തിലേക്ക് മധുരയിലേക്ക് എത്തിച്ചേർന്നതാണ് നന്ദഗോപര്. ആ നന്ദഗോപരെ കണ്ടപ്പോൾ വസുദേവർ, ഭഗവാന്റെ പിതാവായിരിക്കുന്ന വസുദേവർ തലേനാളത്തുള്ള ആ രാജസദസ്സിലെ വിവരങ്ങളെല്ലാം അറിഞ്ഞു. അവിടെ പുതുതായി ഉണ്ടാകുന്ന കുട്ടികളെയൊക്കെ വധിക്കാനെടുത്ത തീരുമാനമൊക്കെ വസുദേവർ അറിഞ്ഞതുകൊണ്ട് വസുദേവർ നന്ദഗോപരോട് ഈ പ്രകാരം പറഞ്ഞു. തദനു നന്ദമമന്ദശുഭാസ്പദം നൃപപുരീം കരദാനകൃതേ ഗതം സമവലോക്യ ജഗാദഭവത്പിതാ വിദിത കംസ സഹായജനോദ്യമ. അയി സഖേ തവ ബാലക ജന്മമാം സുഖയദേദ്യ നിജാത്മജ ജന്മവത് ഇതി ഭവത് പിതൃതാമ്രജനായകേ സമധിരോപ്യശംസതമാദരാത്. ഐ സഖേ തവ ബാലകജന്മ മാം സുഖയതേ അദ്യ നിജ ആത്മജ ജന്മവത് ഇതി ഭവത് പിതൃതാം വ്രജനായകേ സമധിരോപ്യ ശശംസ തം ആദരാത്. ഐ സഖേ, അല്ലയോ സുഹൃത്തേ, വസുദേവർ നന്ദഗോപരോട് പറയുകയാണ്, അല്ലയോ സുഹൃത്തേ, തവ ബാലകജന്മ, അങ്ങേക്ക് പുത്രനുണ്ടായത് ഞാൻ അറിഞ്ഞു. അത് മാം സുഖയതേ, അത് എന്നെയും സന്തോഷിപ്പിക്കുന്നു. എങ്ങനെ? നിജ ആത്മജ ജന്മവത്, എനിക്കൊരു പുത്രനുണ്ടായാൽ എങ്ങനെ എനിക്ക് സന്തോഷമുണ്ടാകുമോ അതുപോലെ അങ്ങേക്ക് പുത്രനുണ്ടായപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അല്ലേ? വാക്കുകൾ ശ്രദ്ധിക്കണം. വസുദേവരുടെ പുത്രനാണ് വാസ്തവത്തിൽ. അത് ആ ഭഗവാന്റെ പിതൃത്വം നന്ദഗോപരിൽ ആരോപിക്കുകയാണ് വസുദേവർ ചെയ്യുന്നത് ഇവിടെ. ഇത് ഭവത് പിതൃതാം വ്രജനായകേ സമധിരോപ്യ. ഇപ്രകാരം ശ്രീകൃഷ്ണൻ്റെ പിതൃത്വത്തെ ആ വ്രജനായകനായിരിക്കുന്ന നന്ദഗോപരിൽ ആരോപിച്ചിട്ട് തം, അയാളോട് ആദരാത് ശശംസ, വളരെ ബഹുമാനപൂർവം ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ അങ്ങേക്ക് ഒരു പുത്രനുണ്ടായത് എനിക്കൊരു പുത്രനുണ്ടായാൽ എന്ന പോലെ എന്നെ സന്തോഷിപ്പിക്കുന്നു നന്ദഗോപരെ എന്ന് വസുദേവർ പറഞ്ഞിട്ട് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതൃത്വത്തെ വസുദേവർ മനഃപൂർവ്വം നന്ദഗോപരിൽ ആരോപിച്ചുകൊണ്ട് വളരെ ബഹുമാനത്തോടുകൂടി നന്ദഗോപരോട് ഇപ്രകാരം വസുദേവർ പറഞ്ഞു. ഐ സഖേ തവ ബാലക ജന്മമാം സുഖയദേദ്യ നിജാത്മജ ജന്മവത് ഇതി ഭവത് പിതൃതാമ്രജനായകേ സമധിരോപ്യ ശംസതമാദരാത്. ഇഹ സന്ധ്യ നിമിത്ത ശതാനി തേ കടകസീംനി തദോ ലഘുഗമ്യതാം ഇതി ച തദ്വജസാ വ്രജനായകോ ഭവതപായ ഭിയാ ധൃതമായയോ.
ഇഹജ സന്ധി അനിമിത്തശതാനി തേ കടകസീംനി തദഹ ലഘുഗമ്യതാം ഇത് ച തദ് വചസ വ്രജനായകഃ ഭവദ് അപായഭിയാ ധൃതം ആയയോ. ഇഹജ സന്ധി അനിമിത്തശതാനി, ഇവിടെയും വളരെയധികം ദുർനിമിത്തങ്ങളുണ്ടായി. തേ കടകസീംനി, അങ്ങയുടെ അമ്പാടിയിലും അതുപോലെ തന്നെ വളരെയധികം ദുർനിമിത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. തദഹ, അതുകൊണ്ട് ലഘുഗമ്യതാം, പെട്ടെന്ന് തന്നെ മടങ്ങിപ്പോയാലും എന്ന് വസുദേവർ നന്ദഗോപരോട് പറയുകയാണ്. ഇതിജ തത്വജസ വ്രജനായകഃ, ഇപ്രകാരമുള്ള ആ വസുദേവരുടെ വാക്യങ്ങൾ കേട്ട വ്രജനായകനായ നന്ദഗോപർ ഭവദ് അപായബിയ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങേക്ക് ശ്രീകൃഷ്ണ ഭഗവാന് എന്തെങ്കിലും അപായം ഉണ്ടാകുമോ എന്നുള്ള പേടിയാൽ ധൃതം ആയയോ, വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. കരം കൊടുത്തതിന് ശേഷം ഒട്ടും താമസിക്കാതെ അവിടെ നിന്ന് മടങ്ങിപ്പോന്നു. അപ്പോൾ വസുദേവർ നന്ദഗോപരോട് പറയുകയാണ്, ഇവിടെയും അങ്ങയുടെ അമ്പാടിയിലുമെല്ലാം എന്തെന്നില്ലാത്ത ദുർനിമിത്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് ഇവിടെ നിന്ന് മടങ്ങിപ്പോയാലും എന്ന് വസുദേവർ പറഞ്ഞപ്പോൾ എന്തോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വസുദേവരുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട നന്ദഗോപര് ശ്രീകൃഷ്ണ ഭഗവാൻ എന്തെങ്കിലും അപായം അനുഭവിക്കുമോ എന്നുള്ള പേടി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മടങ്ങിപ്പോന്നു. ഇഹ ച സന്ധ്യനിമിത്തശതാനി തേ കടകസീംനി തദോ ലഘുഗമ്യത ഇതി ച തദ്വചസാ വ്രജനായകോ ഭവതപായഭിയാദ്രുതമായയോ അവസരേ ഖലു തത്ര ച കാചന വ്രജപദേ മധുരാകൃതിരംഗന തരളഷട്പദലാളിതകുന്തള കപടപോതകതേ നികടം ഗതാ അവസരേ ഖലു തത്ര ച കാചന വ്രജപദേ മധുരാകൃതി അംഗന തരളഷട്പദലാളിതകുന്തള കപടപോതക തേ നികടം ഗതാ അവസരേ ഖലു, ആ സമയത്ത് തത്ര അവിടെ ആ അമ്പാടിയിൽ ച കാചന വ്രജപദേ മധുരാകൃതി അംഗന, ആ അമ്പാടിയിലേക്ക് ഒരു മധുരാകൃതി മനോഹരമായ ആകൃതി പൂണ്ട ഒരു വനിത, ഒരു അംഗന അങ്ങോട്ടേക്ക് വന്നു കയറി. എങ്ങനെയുള്ളവളാണ്? തരള ഷട്പദലാളിത കുന്തള, ഇളകുന്ന വണ്ടുകളാൽ ലാളിക്കപ്പെടുന്ന തലമുടിയോട് കൂടിയവൾ. അപ്പോൾ എന്തെങ്കിലും സൗരഭ്യമുള്ള പൂക്കൾ തലമുടിയിൽ അണിഞ്ഞിട്ടുള്ളവളായിരിക്കാം. അപ്പോൾ അവളുടെ ആ മുടിയിലെ പൂക്കളുടെ സൗരഭ്യം കൊണ്ട് വട്ടമിട്ട് പറക്കുന്ന വണ്ടുകളോട് കൂടിയവളായിട്ടുള്ള ഒരു അംഗന, ഒരു വനിത, കപടബോധക, അല്ലയോ മായാസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ അങ്ങയുടെ തേ നികടം ഗത, അങ്ങയുടെ അടുത്തേക്ക് വന്നുവല്ലോ. അപ്പോൾ ഈ നന്ദഗോപര് കരം കൊടുത്ത് വളരെ പെട്ടെന്ന് മടങ്ങിപ്പോരുന്ന ആ സമയത്ത് ഇവിടെ അമ്പാടിയിൽ ഒരു സ്ത്രീ രൂപധാരിയായിരിക്കുന്ന രാക്ഷസി തന്നെ, പൂതന, വളരെ മനോഹരമായ ശരീരത്തോട് കൂടിയവളായിട്ട് മുടിയിൽ വളരെ ശ്രേഷ്ഠമായ സൗരഭ്യമുള്ള പൂക്കളൊക്കെ ധരിച്ചുകൊണ്ട് ആ പൂക്കൾക്ക് ചുറ്റും ഇളകുന്ന വണ്ടുകളോട് കൂടിയവളായിട്ട് മായാബാലസ്വരൂപകനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്തേക്ക് വന്നു. അവസരേ ഖലു തത്ര ച കാചന വ്രജപദേ മധുരാകൃതിരംഗന തരള ഷട്പദലാളിത കുന്തള കപടപോതകതേ നികടം ഗതാ സപദി സാഹൃദ ബാലകചേതന നിശിചരാന്വയജാകില പൂതന വ്രജവധൂഷിഹ കേയമിതി ക്ഷണം വിമൃശതി ശുഭവന്ദമുപാദദേ. സപദി സാഹൃദ ബാലകചേതന നിശിചര അന്വയജാകില പൂതന വ്രജവധൂഷു ഇഹ കാ അയം ഇതി ക്ഷണം വിമൃശതീഷു ഭവന്തം ഉപാദദേ. സപദി സാ ഹൃദബാലകചേതന, സ അവള്
ഹൃദബാലക ചേതന, പല ബാലകന്മാരുടെയും ചേതനയെ ഹരിച്ചവളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതിനകം തന്നെ പല കുട്ടികളെയും കൊന്നു കഴിഞ്ഞവളാണ് പൂതന. അങ്ങനെയുള്ള ആ പൂതന, എങ്ങനെയുള്ള പൂതന? നിശിചരാന്വയജ, നിശാചരന്മാരുടെ അന്വയത്തിൽ ഉണ്ടായവൾ, ജനിച്ചവളായ ഈ പൂതന ഇങ്ങനെ ഒരു മനോഹരമായ രൂപം ധരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു കയറി. ആ വന്നു കയറിയപ്പോൾ വ്രജവധൂഷിഹ കാ അയം ഇത് ക്ഷണം വിമർശതീഷു, ആ വ്രജത്തിലുണ്ടായിരുന്ന സ്ത്രീജനങ്ങളെല്ലാം കാ അയം ഇതി, ഇവൾ ആരാണ് എന്നിങ്ങനെ ക്ഷണം വിമർശതീഷു, കുറച്ചു നേരം ചിന്തിച്ചങ്ങനെ ഇരിക്കുന്ന ആ സമയം കൊണ്ട് ഇവൾ എന്ത് ചെയ്തു? സപതി ഭവന്തം ഉപാദതേ, അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കെ തന്നെ ഭഗവാനെ കടന്നു പിടിച്ചു, കടന്നെടുത്തു. ഈ കുഞ്ഞിനെ കടന്ന് എടുത്തു. അപ്പം മനോഹര രൂപിയായിരിക്കുന്ന ഒരു സ്ത്രീയാണ് വന്ന് കുട്ടിയെ എടുക്കുന്നത് എല്ലാവരും കാണുമ്പോൾ. അപ്പോൾ അവർക്ക് യാതൊരു സംശയവും തോന്നില്ല അല്ലേ? വളരെ നല്ല രീതിയിൽ വസ്ത്രധാരണമെല്ലാം നടത്തി സുന്ദരിയായ ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ ഈ കുട്ടിയെ എടുത്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും തടുക്കാൻ പറ്റുമോ? അപ്പോൾ ചുറ്റും കണ്ടു നിൽക്കുന്നവർ എന്താ ഓർക്കുക? ഇവരുടെ വീട്ടുകാരുടെ ആരോ ബന്ധത്തിലുള്ളവരാണ് എന്നല്ലേ കരുതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൾ തടുക്കാനും ഇവർക്ക് സാധിച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ പല കുട്ടികളുടെയും ജീവൻ ഇപ്പോൾ തന്നെ എടുത്തു കഴിഞ്ഞിരിക്കുന്ന രാക്ഷസ കുലോദ്ഭവയായിരിക്കുന്ന ഈ പൂതന, അവളിങ്ങനെ മനോഹരമായ രൂപവും ധരിച്ചുകൊണ്ട് ഈ വ്രജത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗോപാംഗനമാരെല്ലാം ആരാണ് ഈ സുന്ദരി എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുന്ന സമയം മാത്രം കൊണ്ട് അവൾ കുട്ടിയെ കടന്ന് പിടിച്ച് എടുക്കുകയും ചെയ്തു കഴിഞ്ഞു. സപതി സാഹൃദ ബാലക ചേതന നിശിചരാന്വയജാകില പൂതന വ്രജവധൂഷിഹ കേയമിതി ക്ഷണം വിമൃശതീഷു ഭവന്തമുപാദതേ ലളിത ഭാവവിലാസഹൃദാത്മഭി യുവതിഭി പ്രതിരോധുമപാരിത സ്തനമസൗ ഭവനാന്തനിഷേദുഷി പ്രദദുഷി ഭവതേ കപടാത്മനെ ലളിതഭാവവിലാസഹൃദ ആത്മഭിഃ യുവതിഭിഃ പ്രതിരോധും അപാരിത സ്തനം അസൗ ഭവനാന്തനിഷേദുഷി പ്രദദുഷി ഭവതേ കപടാത്മനെ. ലളിതഭാവവിലാസഹൃദാത്മഭിഃ, അവളുടെ മനോഹരമായ ഭാവം കൊണ്ടും അവരുടെ വിലാസങ്ങൾ കൊണ്ടും ഒക്കെ ഹൃദാത്മഭിഃ യുവതിഭിഃ, ഇങ്ങനെ മനസ്സ് ഹരിക്കപ്പെട്ടവരായിപ്പോയ ആ ഗോപസ്ത്രീകളെല്ലാം പ്രതിരോധും അപാരിത, ഇവളെ തടയാനായിട്ട് സാധിക്കാതെ അങ്ങനെ നിന്നുപോയി. അപ്പോൾ ഇവളെന്ത് ചെയ്തു? സ്തനമസോ ഭവനാന്ത നിഷേദുഷി, ആ ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ട് പ്രദദുഷി സ്തനമസൗ, ഈ കുട്ടിക്ക് ഇവൾ പാല് കൊടുത്തു, സ്തന്യം കൊടുത്തു. ഭവതേ, ഭഗവാനായിക്കൊണ്ട് കപടാത്മനെ, കപടമൂർത്തിയായിരിക്കുന്ന ഭഗവാന് സ്തന്യം കൊടുത്തു, പാല് കൊടുത്തു ഈ പൂതന. അപ്പോൾ ഇവളുടെ മനോഹരവും വിലാസത്തോടു കൂടി ഉള്ള ഈ ഭാവമൊക്കെ കൊണ്ട് അങ്ങോട്ട് കടന്നു വന്ന ഈ സുന്ദരിയായ സ്ത്രീയെ തടയുവാനായിട്ട് ആ ഗോപസ്ത്രീകൾക്കൊന്നും സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച ഈ പൂതന കുട്ടിയെ കടന്നെടുത്ത് അവളെ കൊണ്ടുപോയി പാല് കുടിപ്പിക്കുവാനായിട്ട് തുടങ്ങി. എങ്ങനെയുള്ള കുട്ടിയാണ്? കപടാത്മനെ, കപടമൂർത്തിയായിരിക്കുന്ന ഭഗവാനാണ്. അപ്പോൾ ഭഗവാനടുത്തൊന്നും ചിലവാവില്ല എന്നുള്ളതാണ് അവിടെ ഈ കപടാത്മനെ എന്നുള്ള പദം കൊണ്ട് ദ്യോതിപ്പിക്കുന്നത്. ലളിത ഭാവവിലാസഹൃദാത്മഭി യുവതിഭി പ്രതിരോധുമപാരിത സ്തനമസൗ ഭവനാന്തനിഷേദുഷി പ്രദദുഷി ഭവതേ കപടാത്മനെ സമതിരുഹ്യ തദംഗമശങ്കിത ത്വമദ ബാലകലോപനരോഷിത മഹദിവാമ്രഫലം കുചമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം സമതിരുഹ്യ തദംഗം അശങ്കിതഃ ത്വം അഥ ബാലകലോപനരോഷിതഃ മഹദ് ഇവ ആമ്രഫലം കുചമണ്ഡലം പ്രതിചൂഷിത ദുർവിഷദൂഷിതം. സമതിരുഹ്യ തദംഗം, ഭഗവാൻ അവളുടെ മടിയിലെടുത്ത് വയ്ക്കപ്പെട്ടല്ലോ. അപ്പോൾ മടിയിലിരുന്നു കൊണ്ട് അശങ്കിത, യാതൊരു ശങ്കയുമില്ലാതെ
ഭഗവാൻ അവൾ നൽകിയ സ്തന്യം പാനം ചെയ്തു. എങ്ങനെയുള്ള ഭഗവാൻ? ത്വമത ബാലകലോപന രോഷിത. അനേകം കുട്ടികളെ ഇതിനകം വധിച്ചു കഴിഞ്ഞ ആ പൂതനയോടുള്ള ഭയങ്കരമായ ദേഷ്യത്തോടു കൂടിയാണ് ഭഗവാൻ അവളുടെ സ്തന്യം കുടിക്കുന്നത്. എങ്ങനെയാണ് കുടിക്കുന്നത്? മഹദിവാമ്രഫലം കുജമണ്ഡലം, വലിയ ഒരു മാമ്പഴത്തെ ഇങ്ങനെ വലിച്ചു കുടിക്കുന്നത് പോലെ അവളുടെ സ്തനങ്ങളെ വലിച്ചു കുടിച്ചു. എന്നിട്ട് ദുർവിഷദൂഷിതം, ആ വിഷം പുരട്ടിയിരിക്കുന്നതായ അവളുടെ സ്തനങ്ങളെ വലിച്ച് കുടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ ഈ പൂതനയുടെ മടിയിൽ ഇരുന്നു കൊണ്ട് യാതൊരു ശങ്കയും കൂടാതെ ഇത്രയും അധികം കുട്ടികളെയെല്ലാം വധിച്ചവളാണ് ഇവളെ ഞാൻ ഇപ്പോൾ ശരിയാക്കാം എന്നുള്ള ഭാവത്തോടു കൂടിയാണ് ഭഗവാൻ ആ വലിയ മാമ്പഴം എങ്ങനെയാണോ വലിച്ചു കുടിക്കുന്നത് അതുപോലെ അവളുടെ സ്തനങ്ങളെ, ആ വിഷം പുരട്ടിയ സ്തനങ്ങളെ വലിച്ചു കുടിച്ചു ഭഗവാൻ. സമതിരുഹ്യതദംഗമശങ്കിത ത്വമദ ബാലകലോപനരോഷിത മഹദിവാമ്രഫലം കുജമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം അസുഭിരേവ സമം ദയതി ത്വയി സ്തനമസൗ സ്തനിതോപമനിസ്വന നിരപദദ്ഭയദായിനി ജംവഭു പ്രതിഗതാ പ്രവിസാര്യ ഭുജാവുഭൗ. അസുഭിഃ ഏവ സമം ദയതി ത്വയി സ്തനം അസൗ സ്തനിതോപമനിസ്വന നിരപദത് ഭയദായിനി ജംവഭുഃ പ്രതിഗതാ പ്രവിസാര്യ ഭുജൗ ഉഭൗ. അസുഭിഃ ഏവ സമം ദയതി ത്വയി സ്തനം അസൗ. അപ്പോൾ ഭഗവാൻ ഈ പൂതനയുടെ സ്തനങ്ങളെ കുടിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അവരുടെ പ്രാണങ്ങളെ കൂടി കുടിച്ചു. അസുഭിഹി, പ്രാണങ്ങളെ കൂടി അതിനോട് ചേർന്നുകൊണ്ടാണ് ആ വിഷപാനം ഭഗവാൻ ചെയ്തത്. അപ്പോൾ എന്ത് സംഭവിച്ചു? സ്തനിതോപമനിസ്വന, ഭയങ്കര ഒരു ഇടിമുഴക്കം പോലെയുള്ളൊരു ശബ്ദമുണ്ടായിട്ട് നിരപദ ഭയദായി നിജം വബുഹു, അവളുടെ ഭീകരമായിരിക്കുന്ന ആ രാക്ഷസി രൂപം ഇങ്ങനെ താഴേക്ക് പതിച്ചു, താഴേക്ക് വീണു. പ്രതിഗത പ്രവിസാര്യ ഭുജൗ ഉഭൗ, ഇങ്ങനെ ആ ഭീകരമായ രൂപം കൈക്കൊണ്ടിട്ട് പ്രവിസാര്യ ഭുജൗ ഉഭൗ, രണ്ട് കൈകളും ഇങ്ങനെ പരത്തിയിട്ടിട്ട് അങ്ങോട്ട് മലർന്നടിച്ച് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ ഭഗവാൻ ഈ പൂതനയുടെ സ്തന്യം കുടിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ ആ പൂതനയുടെ പ്രാണങ്ങളെ കൂടി വലിച്ചു കുടിച്ചു. അങ്ങനെ ആ പ്രാണങ്ങളെ കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ഇടിമുഴക്കം പോലെ ഒരു ശബ്ദത്തോടു കൂടി പൂതന ആ ശരിയായ രൂപത്തെ, ഭീകരമായ രാക്ഷസ രൂപത്തെ കൈക്കൊണ്ടുകൊണ്ട് കൈകൾ രണ്ടും പരത്തി വെച്ച് മലർന്നടിച്ച് അങ്ങോട്ട് വീണു. അസുഭിരേവ സമം ദയതി ത്വയി സ്തനമസൗ സ്തനിതോപമനിസ്വന നിരപദദ്ഭയദായിനി ജംവഭു പ്രതിഗതാ പ്രവിസാര്യ ഭുജാവുഭൗ. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണദർശന മോഹിതവല്ലവേ വ്രജപദേ തദുരസ്ഥലഖേലനം നനുഭവന്തമഗൃഹ്ണത ഗോപികാ. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണദർശന മോഹിതവല്ലവേ വ്രജപദേ തത് ഉരസ്ഥലഖേലനം നനുഭവന്തം അഗൃഹ്ണത ഗോപികാഹ. ഭയദഘോഷണ, ഭയങ്കരമായ ഒരു ശബ്ദം ഉണ്ടായി. അതിനോടൊപ്പം തന്നെ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിതവല്ലവേ, അപ്പോൾ ഭയങ്കരമായൊരു ശബ്ദവുമുണ്ടായി, ഒരു വലിയ ഒരു ശരീരം വന്നിങ്ങോട്ട് താഴേക്ക് വീഴുന്നതും കണ്ടു. ഇതെല്ലാം കണ്ടപ്പോൾ വളരെയധികം സംഭ്രമിച്ചവരായി തീർന്നു ഈ ഗോപസ്ത്രീകൾ. അപ്പോൾ വ്രജപദേ തദുരസ്ഥലഖേലനം, ഇപ്രകാരം അമ്പാടിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ തദുരസ്ഥലഖേലനം, ആ വന്നു വീണ പൂതനയുടെ മാറിലിരിക്കുകയാണ് ഭഗവാൻ. എന്നിട്ട് കൈയും കാലും കൊണ്ടിട്ട് അടിക്കുകയാണ് അവളുടെ മാറിൽ, പൂതനയുടെ മാറിൽ ഈ ചെറിയ ഗോപാലകൃഷ്ണൻ. നനു ഭവന്തം അഗൃഹ്ണത ഗോപികാഹ. അപ്പോൾ ഭഗവാനെ ഓടി വന്ന് ഈ ഗോപസ്ത്രീകൾ ഇവളുടെ മാറിൽ നിന്ന് എടുത്തു.
അപ്പോൾ ഭയങ്കരമായ ഒരു ശബ്ദത്തോടു കൂടിയും ഭീകരമായ ആകൃതിയോടുകൂടിയും ഇരിക്കുന്ന ഈ പൂതനയുടെ വീഴ്ചയെല്ലാം കണ്ട് വളരെയധികം ഭയചകിതരായി തീർന്ന ഗോപാംഗനമാർ ആ പൂതനയുടെ ശരീരത്തിൻ്റെ മുകളിലിരുന്ന് കൈയും കാലും ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടിട്ട് ഓടി വന്ന് ഭഗവാനെ അവർ കൈകളിലെടുത്തു. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണ ദർശന മോഹിതവല്ലവേ പ്രചപദേ തദുരസ്ഥലഖേലനം നനുഭവന്തമഗൃഹ്ണത ഗോപിക ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമയിവാത നികേതനനാഥ മാം അഗദയൻ കുരു താവക സേവകം. ഭുവനമംഗള നാമഭിഃ ഏവതേ യുവതിഭിः ബഹുധാ കൃതരക്ഷണഃ ത്വമയി വാതനികേതനനാഥ മാം അഗദയൻ കുരു താവക സേവകം. ഭുവനമംഗള, ഈ ഭുവനത്തിന് മുഴുവൻ മംഗളത്തിൽ നൽകുന്ന അല്ലയോ ഗുരുവായൂരപ്പ, നാമഭിഹി ഏവത്തെ, അങ്ങയുടെ നാമങ്ങളെ, വിവിധങ്ങളായ നാമങ്ങളെ കൊണ്ട് തന്നെ യുവതിഭിഹി ബഹുധാകൃതരക്ഷണ, പല പേരുകളെ കൊണ്ട് ഈ ഗോപാംഗനമാരൊക്കെ പലവിധം രക്ഷകളെ ചെയ്തു ഈ കുഞ്ഞിനെ. ത്വം, അങ്ങ് ഐ വാദനികേതനനാഥ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് മാം, എന്നെ അഗതയൻ, ആരോഗ്യവാനാക്കി തീർക്കണേ, കുരു താവക സേവകം, എന്നിട്ട് അങ്ങേ സേവിക്കുവാൻ പ്രാപ്തിയുള്ളവനാക്കി തീർക്കണേ എന്നെ എന്ന്. അപ്പോൾ ഈ 3 ലോകങ്ങൾക്കും നന്മയെ നൽകുന്നവനായ ഗുരുവായൂരപ്പ, അങ്ങയുടെ വിവിധങ്ങളായ നാമങ്ങളെ കൊണ്ട് ആ ഗോപാംഗനമാരെല്ലാം ഓരോരോ വിധം രക്ഷകൾ ഈ കുഞ്ഞിനായിക്കൊണ്ട് ചെയ്തു. അങ്ങനെയെല്ലാം ഉള്ള അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ ആരോഗ്യവാനാക്കി തീർത്ത് അങ്ങയുടെ പാദസേവനം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവനാക്കി തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂർ ഗുരുവായൂരപ്പനോട്. ഭുവനമംഗളനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ ത്വമയി വാദനികേതനനാഥ മാം അഗദയൻ കുരു താവക സേവകം.